ഇപ്പോഴും ഈ സ്റ്റോറിയൊക്കെ ഇടുമല്ലോ ഈ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ അത് ഭയങ്കര വിഷമം വരുമ്പോഴത്തിടും. ഞാൻ പറയും ഇടരുത്, കാണുന്നവര് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കും, മറ്റുള്ളവരെ അറിയിക്കരുതല്ലോ. അത് ഞാൻ പണ്ടോട്ടേ കാണുന്നുണ്ടോ ഈ സ്റ്റോറി അല്ല ഇടുന്നത്? ബ്ലോക്കാ. അല്ല അതില്ലേ പണ്ടോട്ടേ ഞാൻ ശീലിച്ചു പോയതാ. വിഷമമൊക്കെ വരുമ്പോ DP മാറ്റുക, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഒക്കെ കാണണം. ഇപ്പോഴും കമന്റ് സങ്കടം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് അപ്പോഴേ DP നോക്കണം. നല്ല അടാറ് DP-കളൊക്കെ ആയിരിക്കും. എന്തുവാ അപ്പൊ ശരിക്കും സങ്കടം വരുമ്പോ ചെയ്യുന്ന വാട്സാപ്പിൽ DP മാറ്റി ഇതൊക്കെ പണ്ട് ഞാൻ സങ്കടം വരുമ്പോ എന്നെ ലക്ഷ്മിനെ വിളിച്ചും കരയും. ഇല്ല ഫോണിൽ എന്തൊക്കെ ചെയ്യും? DP മാറ്റും, സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും. ഒരു 25 വയസ്സാകുമ്പോഴൊക്കെ മാറി. ഇൻസ്റ്റാഗ്രാമിലോ ഫോട്ടോസ് ഒക്കെ അർച്ചിക്ക് വീഴും, DP കളയും. ശരിക്കുമാണ്. പിന്നെ ട്രെയിൻ കണക്ക് സ്റ്റോറി ഇടും. കൊറേ ഈ സാഡ് ആയിട്ട് വരുന്ന റീൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ റീപോസ്റ്റ് ചെയ്യും. ഇവര് ഏത് നോക്കിയാലും കാണും എന്റെ ഒരു തല അതിനകത്ത് ലൈക്ക് ഇടുന്ന. എനിക്കിനിയിപ്പോ ഇതിൽ കമന്റ് ഒരു LKG പഠിക്കുന്ന പിള്ളേരെയൊക്കെ കൊണ്ട് ഇന്റർവ്യൂ എടുത്തെന്നും പറഞ്ഞിട്ടുണ്ട്. 25 വയസ്സൊക്കെ ആകുമ്പോ നീ ഇതൊക്കെ ആലോചിച്ചിരിക്കും. ഇന്റർവ്യൂ എടുത്ത് കാണുമ്പോഴേ ഇവള് തന്നെ അങ്ങ് ചിരിക്കും. ഇല്ല എനിക്ക് തോന്നില്ല ഞാനിനി മെച്ചേർഡ് ആവുള്ളൂ. അതെ, ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് മെച്ചൂരിറ്റി ഇല്ല. ഇവളെ കണ്ടപ്പോഴാ മനസ്സിലായത് അമ്മ എപ്പോഴും പറയാം അന്ന് കെട്ടിച്ചു വിടാന കാര്യം ഭയങ്കര, പിന്നെ എന്റെ കൊച്ചെന്നെ നോക്കേണ്ടി വന്നേന്. കറക്റ്റാ. ഓക്കെ, അപ്പൊ ഇനി സോഹനുമായിട്ട് വെബ് സീരീസ് ഒക്കെയാണ് സ്റ്റാർട്ടിങ്? അല്ല സ്വന്തമായിട്ട് വെബ് സീരീസ് റൈച്ചസ് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ചേട്ടനോടല്ല, സോഹമ എന്നെ നീ വിട്ടല്ലേ? ഞങ്ങള് ചെയ്യാൻ റേച്ചസ് അഭിനയിക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ചു താല്പര്യമാണ്. സോഹൻ ചേട്ടൻ കോമഡി അല്ലേ ചെയ്യാൻ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇനി